സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകിയോടുന്നു. തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 2 മണിക്കൂറിലേറെയാണ് വൈകിയോടുന്നത്. തിരുവനന്തപുരം മുംബൈ CST എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകിയോടുകയാണ്. 6:30 പുറപ്പെടേണ്ട മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ശാലിനി ചേരുന്നു. ശാലിനി, വലിയ രീതിയിലുള്ള മഴക്കെടുതിയിൽ കാലവർഷത്തിൽ നിരവധി മരങ്ങൾ കടപുഴകി ട്രാക്കിലേക്കൊക്കെ പതിച്ചതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ട്രെയിൻ ഗതാഗതത്തിൽ വലിയ കാലതാമസം നേരിട്ടിരുന്നു. ഇപ്പോഴും നിരവധി ട്രെയിനുകൾ വൈകിയോടുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശാലിനിക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴ തുടരുന്നതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ശക്തമായ കാറ്റുണ്ട്. 60 കിലോമീറ്റർ അധികം വേഗതയിൽ ശക്തമായ കാറ്റ് വീശുകയാണ്. ഈ കാറ്റിന്റെ ഭാഗമായിട്ടൊക്കെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം തിരുവനന്തപുരം കൊല്ലം റൂട്ടിലൊക്കെ റെയിൽവേ ക്രോസിംഗിലടക്കം മരങ്ങൾ കടപുഴകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഈ മരച്ചില്ലകളടക്കം ഒടിഞ്ഞു വീണതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ട്രെയിനുകൾ വൈകി ഓടുന്നത്. തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് ആണ് 2 മണിക്കൂറിലേറെ ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ തിരുവനന്തപുരം മുംബൈ CST എക്സ്പ്രസ് 1.5 മണിക്കൂറും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ മറ്റ് ചില ട്രെയിനുകൾ കൂടി വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ അറിയിക്കുന്നുണ്ട്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളും കഴിഞ്ഞ മണിക്കൂറിൽ വൈകി ഓടുകയായിരുന്നു. 6:30 പുറപ്പെടേണ്ട മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള, അതായത് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് റെയിൽവേ അറിയിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലം എറണാകുളം മെമു ട്രെയിനും വൈകി ഓടുകയാണ്. നമുക്കറിയാം നിരവധി യാത്രക്കാരടക്കം ആശ്രയിക്കുന്ന ട്രെയിനുകളാണ് ഈ രാവിലത്തെ ട്രെയിനുകൾ, ദീർഘദൂര ട്രെയിനുകൾ അടക്കമുള്ളവ. ഈ ട്രെയിനുകളാണ് ഇപ്പോൾ വൈകി ഓടുന്നത്. ഓഫീസ് ടൈമിലടക്കം എത്തേണ്ടവർക്ക് കൃത്യസമയത്ത് എത്താനടക്കം കഴിയാതെ വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം നാഗർകോവിൽ ട്രെയിൻ അടക്കം 39 മിനിറ്റ് വൈകി ഓടുകയാണ്. വരും മണിക്കൂറിൽ കൂടുതൽ ട്രെയിനുകൾ വൈകി ഓടാനുള്ള സാധ്യതയുണ്ട്. യാത്രക്കാർ സഹകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കൊല്ലം കടയ്ക്കാവൂരിലും ഒപ്പം തന്നെ വർക്കലയ്ക്ക് സമീപവും ഒക്കെ മരം കടപുഴകി വീണും ഒപ്പം തന്നെ റെയിൽവേ ലൈനിൽ മരം ഒടിഞ്ഞു വീണുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അടക്കം നീക്കം ചെയ്തതിനു ശേഷം രാത്രി തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലടക്കം എത്തേണ്ട ട്രെയിനുകൾ വൈകി പിറ്റേ ദിവസം രാവിലെയും പുലർച്ചെയുമൊക്കെയാണ് ട്രെയിനുകൾ എത്തിയിട്ടുള്ളത്. പല സ്റ്റേഷനുകളിലും ട്രെയിനുകൾ പിടിച്ചിടുന്നുണ്ട്. ഈ മണിക്കൂറിലും പല സ്റ്റേഷനുകളിലും അധികമായി ട്രെയിൻ പിടിച്ചിടുന്നു. ഒപ്പം തന്നെ ചില ട്രെയിനുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ക്രമീകരണമൊക്കെ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാര്യമായി മഴ ട്രെയിൻ ഗതാഗതത്തെ കൂടി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ സാധിക്കുക. റോഡ് ഗതാഗതം മാത്രമല്ല, റെയിൽ ഗതാഗതത്തെ കൂടി കാര്യമായി തന്നെ ഈ കാലവർഷം ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം മഴ മുന്നറിയിപ്പ് വരാനിരിക്കുകയാണ്. ആ മഴ മുന്നറിയിപ്പിൽ കൂടുതൽ ജില്ലകൾക്ക് അലർട്ട് അടക്കം വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, റീഷെഡ്യൂളിംഗ് അടക്കമുള്ള കാര്യങ്ങളും റെയിൽവേ തീരുമാനിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നിരവധി ട്രെയിനുകളെയാണ് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് യാത്രക്കാർക്ക് യാത്രാ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള നടപടികൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നു. അതേസമയം തന്നെ ഈ വൈകിയോട്ടം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നിരവധി ട്രെയിനുകളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വൈകി ഓടുന്നതും ഒപ്പം തന്നെ ചില ട്രെയിനുകൾ ക്യാൻസൽ ചെയ്ത സാഹചര്യങ്ങൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.